എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല നാടൻ രുചിയിലുള്ള കൂർക്ക ചിക്കൻ ഉലർത്തിയത് എങ്ങനെയാണ് നല്ല രുചികരമായിട്ട് തന്നെ തയ്യാറാക്കണേന്ന് നോക്കാം. നമുക്ക് നല്ല നാടൻ രുചിയിലുള്ള കൂർക്ക ചിക്കൻ ഉലർത്തിയത് ഉണ്ടാക്കാം. ഞാനൊരു കടായി എടുത്തിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട്. പെരിഞ്ചീരകമാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. നമുക്ക് ആദ്യം തന്നെ ഒരു മസാല പൗഡർ ഇതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെക്കാം. അപ്പോൾ ഒരു 2 ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മുഴുവനോട് കൂടിയ മല്ലി 3 ടേബിൾ സ്പൂൺ അളവിൽ, മുഴുവനോട് കൂടിയ കുരുമുളക് 1 ടീസ്പൂൺ, പിന്നെ ഇതിലേക്കൊരു 4 ഗ്രാമ്പു ഇട്ട് കൊടുക്കുക, ഒരു 4 ഏലക്കായ, അതുപോലെ ഒരു 2 ഇഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം കറുകപ്പട്ട ഇതുപോലെ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുക. പിന്നെ ഒരു 5 ഉണക്കമുളക്. ഇതിപ്പോൾ കാശ്മീരി ഉണക്കമുളകാണ്, ഏത് ഉണക്കമുളകാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് നല്ല വലുതാണ് കേട്ടോ. അപ്പോൾ സാധാരണ ഉണക്കമുളക് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ അളവിലൊക്കെ എടുക്കാം. എരിവിനനുസരിച്ച് ഇതിലൊക്കെ വ്യത്യാസം വരുത്താം. കുരുമുളക്, അതുപോലെ ഈ ഒരു മുളക്, ഉണക്കമുളകൊക്കെ എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ അളവിൽ ചേർക്കാം. നല്ലൊരു മണം വരും. എല്ലാം കൂടി ഒന്ന് റോസ്റ്റ് ആയിട്ട് വരുമ്പോൾ മുളകും ഒക്കെ നല്ലൊരു ക്രിസ്പി ആയിട്ട് വരണം. ഇതിപ്പോൾ കണ്ടോ നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് മതി. ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. ഇത് നല്ല പോലെ ഒന്ന് തണുത്ത് വരട്ടെ. അതിനുശേഷം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുക്കുമ്പോൾ നല്ല പൊടിയായിട്ട് എടുക്കണ്ട, ചെറിയ തരികളോടുകൂടി അങ്ങനെ പൊടിച്ചെടുത്ത് മാറ്റി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. ഈ സെയിം കടായിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. എണ്ണ നല്ലപോലെ ഒന്ന് ചൂടായിട്ട് വരട്ടെ. എണ്ണ ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്കൊരു 4 മീഡിയം സൈസിലുള്ള സവാള ഇതുപോലെ നീളത്തിൽ കനം കുറച്ച് മുറിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. സവാളയ്ക്ക് പകരം നമുക്ക് ചെറിയുള്ളി ആണെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ സവാളയും ചെറിയുള്ളിയും മിക്സ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാവുന്നതുള്ളൂ കേട്ടോ. പിന്നെ ഇതിലേക്കൊരു 4-5 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. സവാളയിലേക്കുള്ളത് മാത്രം ഇട്ടാൽ മതി. സവാള ഒന്ന് വഴന്നു വരട്ടെ. ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ. ഒരു 12 അല്ലി വലിയ വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചെടുത്തതാണ്. ഒരു 2 ഇഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചിയാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ. അതിനുശേഷം എല്ലാം കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. സവാള നല്ലപോലെ ഒന്ന് വഴന്നു വരട്ടെ. ഇപ്പോൾ കണ്ടോ സവാള നല്ലപോലെ ഇതുപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ എല്ലോട് കൂടിയിട്ടുള്ള ചിക്കൻ കഷ്ണങ്ങളാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കണതാണ് എപ്പോഴും നല്ലത്. മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാനും ഒക്കെ അതാണ് നല്ലത്. ചിക്കൻ ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്കിതൊന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇത് മതി കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്കൊരു 2 വലിയ പച്ചമുളക് മുറിച്ചതിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു വലിയ നല്ല പഴുത്ത തക്കാളി മുറിച്ചതും കൂടെ ഇതിലേക്ക് കനം കുറച്ചിട്ടൊന്ന് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതൊരു 5 മിനിറ്റും കൂടെ നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ചിക്കൻ്റെ ഉള്ളിൽ നിന്നൊക്കെ കുറച്ച് വെള്ളം പുറത്തോട്ട് വന്നിട്ടുണ്ട്. ചിക്കൻ ഒരു വൈറ്റ് കളറിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയും ഒരുപാട് വെള്ളം ചിക്കൻ്റെ ഉള്ളിൽ നിന്ന് വരും. നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ചിക്കൻ നന്നായിട്ട് ചൂടാകുമ്പോൾ നന്നായിട്ട് വെള്ളം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ടില്ലേ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നേരത്തെ ഞാൻ വറുത്തിട്ട് പൊടിച്ച് വെച്ച ഒരു മസാല ഉണ്ടല്ലോ, ഇതുപോലെ ചെറിയ തരിയോട് കൂടി പൊടിച്ച മസാല ഇട്ട് കൊടുക്കണം മുഴുവനായിട്ട്. ഈ ഒരു ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള മസാല തന്നെ കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇതുവരെ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ലല്ലോ, മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഇത്ര മതി. ഇതെല്ലാം കൂടി നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ.
ഇനി നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. ചിക്കൻ ഒരു പകുതിയോളം ഒന്ന് വെന്ത് വരട്ടെ. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ കണ്ടോ ചിക്കനൊക്കെ ഒരു പകുതിയിൽ കൂടുതൽ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സ്റ്റേജിൽ ഇതിലാണെങ്കിൽ അത്യാവശ്യം വെള്ളമുണ്ട്, കുറേ വെള്ളമൊക്കെ വറ്റി വന്നു. ചിക്കൻ വെന്ത് വരുന്ന ആ ഒരു സമയത്ത് തന്നെയാണ്. ഇനി ഇതിലേക്ക് ഞാൻ കൂർക്കയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് 1/2 കിലോ കൂർക്കയാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തതാട്ടോ. അപ്പോൾ ഈ ഒരു കൂർക്ക ഞാൻ സ്റ്റീം ചെയ്തെടുത്തതിന് ശേഷം, അതായത് നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ പുഴുങ്ങിയെടുക്കില്ലേ, അതുപോലെ പുഴുങ്ങിയെടുത്തിട്ട് ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കുകയാണ് ചെയ്തത്. ഞാനത് സ്റ്റീമറിൽ വെച്ചിട്ടൊന്ന് പുഴുങ്ങിയിട്ട് തൊലി കളഞ്ഞു. അപ്പോൾ ഇതൊരു 3/4 ഭാഗത്തിനേക്കാൾ കൂടുതൽ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അധികം വേവ് കാര്യങ്ങളില്ല, അതാണ് ഈ ഒരു സമയത്ത് ഇത് ചേർത്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ആണെങ്കിലും ഇപ്പോൾ വേവിക്കാത്ത കൂർക്കാണെങ്കിലും ചിക്കൻ ഒരു പകുതി വേവായതിനു ശേഷം മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ. പിന്നെ നമ്മളെടുക്കുന്ന ചിക്കൻ്റെ ഒരു വേവ് അതിനനുസരിച്ച് തന്നെ കൂർക്ക ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ചില ചിക്കനൊക്കെ ഒരു 15 മിനിറ്റ് കൊണ്ട് വെന്ത് വരും. ഇത് പെട്ടെന്ന് വെന്ത് വരുന്ന ചിക്കനാണ്. ഇപ്പോൾ ചിലത് ഇപ്പം നന്നായിട്ട് മൂത്ത ചിക്കനൊക്കെ ആണെന്നുണ്ടെങ്കിൽ സമയം എടുക്കും. സുഗുണ ചിക്കൻ അതുപോലുള്ള ചിക്കനൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് വരും. അപ്പോൾ ഈ ഒരു കൂർക്കയും കൂടിയും ചേർത്ത് നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ 1 കിലോ ചിക്കൻ എടുത്തപ്പോൾ ഞാൻ 1/2 കിലോ അളവിലാണ് കൂർക്ക ഇതിലേക്ക് ചേർത്തിരിക്കണത് കേട്ടോ. ഇനി ഒരു ചിക്കൻ്റെ കൂടെ കിടന്ന് കൂർക്ക നന്നായിട്ടൊന്ന് വെന്ത് വന്നോട്ടെ. വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, നമ്മളിത് ഉലർത്തിയതുപോലെ അങ്ങനെയാണല്ലോ എടുക്കുന്നത്. അപ്പോൾ ഇതിലുള്ള ഒരു വെള്ളം മതിയാവും കൂർക്ക വെന്ത് വരാൻ. അപ്പോൾ ഇതിൽ നോക്കിയിട്ട് ഉപ്പില്ല എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കത്തില്ല. ഇപ്പോൾ ആവശ്യത്തിന് ഉപ്പുണ്ട് കേട്ടോ. പിന്നെ വേണമെങ്കിൽ നമുക്ക് അവസാനം നോക്കിയിട്ട് ചേർത്താൽ മതി. അപ്പോൾ ഇത് വെന്ത് വരട്ടെ. ഞാൻ ഇത് അടച്ചു വെച്ചതിന് ശേഷം കുറഞ്ഞ തീയിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതേ കൂർക്ക നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു ചിക്കനിലെ മസാലയൊക്കെ കൂർക്കയിൽ നന്നായിട്ട് അങ്ങോട്ട് പിടിച്ച് വരണുണ്ടാവും. അപ്പോൾ ആ ഒരു സമയത്ത് നോക്കുമ്പോൾ കൂർക്ക നല്ല സോഫ്റ്റ് ആയിട്ട് വരണം, പക്ഷെ വെന്ത് കുഴഞ്ഞു പോകേണ്ട ആവശ്യമില്ല, അങ്ങനെ മതി. അപ്പോൾ കൂർക്ക വേവാനുള്ള ഒരു വെള്ളം ഇതിലില്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ആ സമയത്ത് ഒഴിച്ചിട്ട് കൂർക്കയും ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. പിന്നെ ഇത് ഡ്രൈ ആക്കി എടുത്താൽ മതിയല്ലോ. കണ്ടില്ലേ? അപ്പോൾ നമ്മുടെ നല്ല അടിപൊളി ചിക്കൻ കൂർക്ക ഉലർത്തിയത് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, നല്ല മണം വരുന്നുണ്ട്. ചിക്കനും കൂർക്കയും ഒക്കെ നന്നായിട്ട് ഇങ്ങനെ വെന്ത് വന്നിട്ടുണ്ട്. ചിക്കനൊക്കെ ഇത് ഉടഞ്ഞു തുടങ്ങി. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. കൂർക്കയാണെങ്കിലും ഇത് ഒരുപാട് അങ്ങോട്ട് വെന്ത് ഉടഞ്ഞിട്ടില്ല, കണ്ടില്ലേ? ഇതുപോലെ വന്നിട്ടുണ്ട്. ആ ഒരു മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട്. അപ്പോഴായിരിക്കും ആ ഒരു എല്ലാവിധ ടേസ്റ്റുകളും കാര്യങ്ങളൊക്കെ വരില്ല. ആ ചിക്കൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ കൂർക്കയിലേക്കും വരും. ആ ഒരു കൂർക്കയുടെ ഫ്ലേവറോട് കൂടിയിട്ടുള്ള ചിക്കൻ എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും നല്ല അടിപൊളി തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നല്ല നാടൻ രുചിയിലുള്ള കൂർക്ക ചിക്കൻ ഉലർത്തിയത് റെഡി ആയിട്ടുണ്ട്. നല്ല ചമ്പാവരി ചോറിൻ്റെയൊക്കെ കൂടെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം കേട്ടോ. ഒന്ന് ഇതുപോലെ ഒന്ന് ഡ്രൈ ആയിട്ടൊന്ന് കുഴഞ്ഞ് ഇരിക്കുന്നതായിരിക്കും നന്നായിട്ട് തന്നെ വരും. ആ ഒരു മസാലയിലൊക്കെ ഒന്ന് പൊതിഞ്ഞ് ഇരിക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ വരും. പിന്നെ ഈ ഒരു റെസിപ്പിക്ക് നിങ്ങൾ എടുക്കുമ്പോൾ എപ്പോഴും എല്ലോട് കൂടി ചിക്കൻ എടുക്കുക, അതാണ് കൂടുതൽ ടേസ്റ്റി ആയിട്ട് വരിക. അപ്പോഴായിരിക്കും ഈ ഒരു ഉലർത്തിയയിൽ നല്ല ഫ്ലേവേഴ്സൊക്കെ നന്നായിട്ട് വരിക. നമ്മൾ ബോൺലെസ് ചിക്കൻ എടുക്കുന്നതിനേക്കാളും നന്നായിട്ട് വരും. പിന്നെ മാക്സിമം ചെറിയ കഷ്ണങ്ങളായിട്ടുള്ള ചിക്കൻ കഷ്ണങ്ങൾ തന്നെ ഉപയോഗിക്കുക.